വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. നരേന്ദ്രമോദിയുടെ പുതുപുത്തൻ സാമ്പത്തിക നയം അഥവാ കാശില്ലാ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയെ രണ്ടടി പിന്നോട്ട് കൊണ്ടുപോയെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരടി മുന്നോട്ട് കൊണ്ടുവന്നു. കേരളത്തിലെങ്കിലും ആ പാർട്ടിക്ക് ജീവനുണ്ട് എന്ന് തെളിയിക്കാനായി. നാട്ടിലെ ദുരിതം കാണുന്നില്ലേ? പ്രസിഡന്റിനോടൊപ്പം 5 പേരും അറസ്റ്റ് വരിക്കുന്നു. തുടർന്ന് ബാക്കിയുള്ളവരും ഒന്ന് DCC പ്രസിഡന്റ് ശ്രീ A ഷുക്കൂർ, ശ്രീ B ബൈജു, അതുപോലെ തന്നെ KPCC നിർവാഹക സമിതി അംഗം ശ്രീ നാരായണൻകുട്ടി, ശ്രീ INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ബാബു ജോർജ്, ഇങ്ങനെ 5 പേരാണ് ആദ്യം അറസ്റ്റ് വരിക്കുന്നത്. തുടർന്ന് 5 പേര് വീതം അറസ്റ്റ് വരിക്കേണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാട്ടിലെ ദുരിതം കാണുന്നില്ലേ? നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. പ്രസ്ഥാനത്തെ അറസ്റ്റ് ചെയ്ത് ഇവിടെ റിലീസ് ചെയ്യുന്നു. ഇവിടെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെ അപ്പോൾ തന്നെ വിട്ടയച്ചതും പ്രതിപക്ഷ നേതാവ് സ്റ്റേറ്റ് കാറിൽ കയറി പോയതുമൊന്നും നാടകമല്ല കേട്ടോ, ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. UDFിൻ്റെ യോഗം എറണാകുളത്ത് നടക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഒന്ന് സമരം നയിച്ചതാണ്. അതിന് പോലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. എറണാകുളത്തുമുണ്ട് ഇതേപോലെ വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. ആരാധ്യനായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ VM സുധീരന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് ഇത് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് കടന്നു വരുന്നു. ആശ ഇങ്ങോട്ട് വരും. എല്ലാവരും ഇരിക്കും. ലിനോ ഒന്നുകിൽ ഇരിക്കുക അല്ലെങ്കിൽ പുറകോട്ട് മാറുക പ്ലീസ്. നമുക്ക് നമ്മുടെ നേതാക്കന്മാർ ആദ്യമായി അറസ്റ്റ് വരിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് ഒരു സമ്പൂർണ്ണ പ്രതിപക്ഷ പാർട്ടിയായി മാറി എന്നത് സന്തോഷം തന്നെയല്ലേ? ആ മാറ്റത്തിൻ്റെ ചാലകശക്തി ഇതാ ഈ നേതാവാണ്, ലക്ഷണമൊത്ത പ്രതിപക്ഷ നേതാവ്. ഈ ഡിമോണിറ്റൈസേഷൻ കൊണ്ട് കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണുവാൻ കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെൻറ് കഴിഞ്ഞില്ല. സംസ്ഥാന ഗവൺമെൻറ് ഇത് ദീർഘവീക്ഷണത്തോടുകൂടി ഈ പ്രശ്നങ്ങളെ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പറയാമോ? നമ്മുടെ ധനമന്ത്രി ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ട് പോലും അദ്ദേഹം ഓടി നടന്ന് പണിയെടുക്കുന്നില്ലേ?
അദ്ദേഹം എറണാകുളത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും റോഡ് ഷോ നടത്തുന്നു എന്നുള്ളതല്ലാതെ ഇതിന് കാലേ കൂട്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ശമ്പളം മുടങ്ങുമെന്നുള്ളത് എന്തുകൊണ്ട് ഗവൺമെൻറ് മുൻകൂട്ടി കണ്ടില്ല? സംസ്ഥാന സർക്കാരിന് നോട്ടച്ചടിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരോ RBIയോ നൽകിയിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും പണം ഓരോ ഉദ്യോഗസ്ഥൻ്റെ അക്കൗണ്ടിൽ എത്തിച്ചു കൊടുക്കലാണ്. അത് കേരള സർക്കാർ സുസ്ഥിരമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളുടെ ഈ പേയ്മെൻറ്റുകളൊക്കെ ഇപ്പോൾ ഓൺലൈനാണ്. പക്ഷെ അവിടെ നിന്ന് പിൻവലിക്കാവുന്ന പണം അത് പരമാവധി 24,000 രൂപയെ പറ്റുള്ളൂ എന്നാണ് ഇന്ത്യ സർക്കാർ പറയുന്നത്. കേരള സർക്കാരിൻ്റെ പരിശ്രമം ആ 24,000 രൂപ വെച്ച് കൊടുക്കാനുള്ള കാശ് നോട്ട് എങ്ങനെയെങ്കിലും RBIയിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും വാങ്ങാനാണ്. കർണാടകം, തമിഴ്നാട് എന്നീ ഗവൺമെൻറ്റുകൾ, ആന്ധ്ര തുടങ്ങിയ ഗവൺമെൻറ്റുകൾ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഈ മാസം 20-ാം തീയതി ഇൻറ്റൻറ്റ് കൊടുക്കാൻ തയ്യാറായി. കേന്ദ്രത്തിനോട് RBIയോട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ക്യാഷ് നോട്ട് ഇത്ര വേണമെന്നുള്ള ഇൻറ്റൻറ്റ് കൊടുക്കാൻ 20-ാം തീയതി അവർ തയ്യാറായി. കാലേ കൂട്ടി നോട്ടിൻ്റെ ആവശ്യകത എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ സംസ്ഥാന ധനകാര്യമന്ത്രിക്ക് കഴിഞ്ഞില്ല? നമ്മൾ ആവശ്യപ്പെടുന്നതിൻ്റെ ഒരു 60-70% പണം വീതമാണ് ശരാശരി തന്നിട്ടുള്ളത്. ഇത് ശക്തമായിട്ട് കേന്ദ്ര ധനമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് നിങ്ങൾക്ക് ഇത്ര ആയല്ലോ, ബാക്കിയുള്ളടത്തൊക്കെ 10,000-ഉം 4,000-ഉം രൂപ വെച്ചൊക്കെയാണ് കൊടുക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെയും ധനകാര്യമന്ത്രിയുടെയും അവധാനതയില്ലായ്മ നോട്ടും അതോടൊപ്പം തന്നെ പെൻഷനും ശമ്പളവും സമയത്ത് കിട്ടാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാക്കി. മുഴുവൻ കിട്ടിയില്ലെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ് 24,000 രൂപയിലും കിട്ടുമായിരുന്നു. അതിൻ്റെ കാരണം ധനകാര്യമന്ത്രി വ്യക്തമാക്കണം. നോട്ട് അച്ചടിച്ച് തയ്യാറായിട്ടില്ലെന്നാണ് പറയുന്നത്. കേന്ദ്ര ധനമന്ത്രി പറഞ്ഞത് ഇപ്പോൾ പിൻവലിച്ച നോട്ടുകൾ മുഴുവൻ അച്ചടിച്ച് അതിന് തുകക്കുള്ള നോട്ട് അച്ചടിച്ച് തീരാൻ ചുരുങ്ങിയത് 1 വർഷം എടുക്കും. 2,000 രൂപയുടെ നോട്ടടിക്കാൻ കാരണം അതും 1,500-ൻ്റെ ആക്കിയിരുന്നെങ്കിൽ 2 വർഷം എടുക്കും നോട്ടടിച്ച് തീരാൻ. അദ്ദേഹം പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ഈ നോട്ടിൻ്റെ ക്ഷാമം ഇനി ഈ 1 മാസം കൊണ്ട് തീരില്ല. ഇനിയുള്ള മാസങ്ങളിലും ഏറിയും കുറഞ്ഞും തുടരും, കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ പ്രശ്നം തീരും. സ്റ്റേറ്റ് ഗവൺമെൻറ് ധനകാര്യമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തോ? എൻ്റെ ചോദ്യമാണ്. അദ്ദേഹം മറുപടി പറയട്ടെ. മറുപടി കേൾക്കാം. ആ മറുപടി കേൾക്കുക തന്നെ വേണമല്ലോ. പക്ഷേ അതിനു മുൻപ് ചെറിയൊരു ഇടവേളയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വന്നത് ധനമന്ത്രിയുടെ കെടുകാര്യസ്ഥതയെക്കുറിച്ചാണ്. തുറന്നു പറഞ്ഞാൽ കഴിവില്ലായ്മയെക്കുറിച്ച്. മറ്റ് സംസ്ഥാനങ്ങൾ, ഞങ്ങൾക്കുള്ള അറിവ് ശരിയാണോ എന്നറിയില്ല, ധനകാര്യമന്ത്രി പറയട്ടെ, മറ്റ് സംസ്ഥാനങ്ങൾ 20-ാം തീയതി ആവശ്യമുള്ള നോട്ടിൻ്റെ ഇൻറ്റൻറ്റ് കൊടുത്തപ്പോൾ നമ്മുടെ ഗവൺമെൻറ് കൊടുത്ത താമസമാണെന്നാണ് അറിയുന്നത്. നമ്മുടെ ഗവൺമെൻറ് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നു. അതുകൊണ്ടാണ് പെൻഷനും സാലറിയും കിട്ടാതെ വരുന്നതെന്നുള്ള പരാതി വ്യാപകമാവുകയാണ്. ആ സാഹചര്യത്തിൽ ഗവൺമെൻറ് വസ്തുതകൾ വിശദീകരിക്കട്ടെ. പ്രതിപക്ഷ നേതാവ് ഇത് പറഞ്ഞ് മോഡിയെ വെള്ളപൂശാൻ നോക്കണ്ട. ഇത് ചെയ്തിട്ടുള്ള കേരളത്തോട് മാത്രമല്ല, ഇന്ത്യയോടുള്ള ഏറ്റവും വലിയ പാതകമാണ്. വെറും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉന്നങ്ങൾ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രചാരത്തിലിരുന്ന നോട്ടുകളുടെ 86% പിൻവലിച്ചതിനെ ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യമെങ്കിലും പറയാനായിട്ട് പ്രതിപക്ഷ നേതാവ് തയ്യാറാവണം. 8-ാം തീയതി നോട്ട് പിൻവലിച്ച് കഴിഞ്ഞിട്ട് 9-ാം തീയതി കഴിഞ്ഞ് 10-ാം തീയതിയാണ് പ്രതിപക്ഷ നേതാവിന് മോഡി തെറ്റെന്ന് പറയാൻ നാക്ക് പൊന്തിയത്. അതുവരെ അമ്പരന്നിരിക്കുകയായിരുന്നു. അതെ, അത് തന്നെ അമ്പരന്നിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിന് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ അത്ര ബുദ്ധിയില്ല എന്നർത്ഥം. കേരള നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ 9-ാം തീയതി ഷാഫി പറമ്പിൽ
ഇതുമായി ചോദ്യോത്തരവേളയിൽ ചോദ്യവുമായിട്ട് ബന്ധമില്ലെങ്കിലും ഈ പ്രശ്നം ഉന്നയിച്ചു. അതിന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് ഈ പറഞ്ഞതാ, പരിഭ്രാന്തി പരത്തരുതെന്ന്. അദ്ദേഹത്തിൻ്റെ അന്ന് മുതലുള്ള നിലപാട് ഇതാ, വെള്ളപൂശണ നിലപാട്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് എഴുന്നേറ്റെന്ന് പറഞ്ഞത് അതല്ല, വസ്തുത എന്തെന്ന് ധനമന്ത്രി പറയണം. അതുകൊണ്ട് നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തണം, പ്രസ്താവന നടത്തണം. അങ്ങനെയാണ് നിയമസഭയിൽ അന്ന് പിരിയുന്നതിന് മുമ്പ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. അത് ശരിയാണ്, ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്, 100% ശരിയാണ്. പൊളിമിക്സിന് അത് ശരിക്കും ഓർമ്മയുണ്ട്. ശ്രീ ഷാഫി പറമ്പിൽ. 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ പിൻവലിക്കാൻ ഗവൺമെന്റ് ഇന്നലെ രാത്രി 12 മണിയോടുകൂടി പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുക. സാർ, കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മണി ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അഴിമതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയൊക്കെ നടന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും സാധാരണക്കാർ ഈ വിഷയങ്ങളെ എങ്ങനെ നേരിടും? ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇന്ന് പുറത്തേതെങ്കിലും സ്ഥലത്ത് യാത്ര പോയിട്ടുള്ള ഏതെങ്കിലും ഒരു സാധാരണക്കാരന് പണം ആവശ്യം വരികയാണെങ്കിൽ അവർക്ക് അത് ATM ഇന്ന് പ്രവർത്തിക്കില്ല, ബാങ്ക് എന്ന് പ്രവർത്തിക്കില്ല, ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. സാർ, അപ്പൊ ഈ സാഹചര്യം ഒത്തിരി ആശങ്കകൾ ഇതുമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് ഈ അതെ സാർ, അതുകൊണ്ട് ഈ സഭ ജനങ്ങളുടെ ഒരു ആശങ്കകൾ പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥലം എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ധനമന്ത്രി കൂടി ഈ വിഷയത്തിലുള്ള നമ്മളെങ്ങനെ സാധാരണക്കാരെ എങ്ങനെ ആശങ്കകൾ അകറ്റി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അങ്ങ് കൂടി വ്യക്തമാക്കാമോ സർ? അതിന്റെ ഗൗരവം 1000 രൂപ നോട്ടുകൾ റദ്ദാക്കുന്നതിൽ എതിർപ്പ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഡിമോണിറ്റൈസേഷൻ ഇതിക്ക് മുമ്പും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, മറ്റു പല രാജ്യങ്ങളിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ നടപ്പാക്കിയ രീതിയിലാണ് രാജ്യത്താകെ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന രീതിയിൽ അർദ്ധരാത്രിയിൽ ഇത് നടപ്പിലാവും എന്ന് പറയുന്ന യുക്തി എന്താ? കള്ളനോട്ട് പിടിക്കാനാണെന്നാണ് പറയുന്നത്. കള്ളനോട്ട് നമ്മൾ 2 ആഴ്ച സമയം കൊടുത്ത് അതിനുള്ളിൽ ഈ നോട്ടുകളൊക്കെ മാറണമെന്ന് പറഞ്ഞാലും കള്ളനോട്ടാണെങ്കിലും ഇത് വരണമല്ലോ. നാട്ടുകാർക്ക് പ്രയാസമില്ല. ഇന്ന് അർദ്ധരാത്രി മുതൽ കള്ളനോട്ട് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നേട്ടം ഉണ്ടാവാൻ പോകുന്നത്? കള്ളപ്പണത്തിൻ്റെ കാര്യവും ഇത് തന്നെയാണ്. ജനങ്ങൾക്ക് സാവകാശം കൊടുത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നടപ്പാക്കുന്നതിൽ ആരും പ്രയാസമില്ല. എന്നാൽ ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്ന രീതി ഇത് വലിയ പരിഭ്രാന്തിയും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇന്നലെ വളരെ പ്രകടമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ നിലപാട് സ്വീകരിക്കേണ്ടതെന്നുള്ള വ്യക്തത സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുമില്ല. ഉദാഹരണത്തിന് നമ്മുടെ ലോട്ടറിയുടെ എങ്ങനെയാണ് ടിക്കറ്റ് വിൽക്കുക? ലീഗൽ ടെൻഡർ അല്ലാത്ത പണം സ്വീകരിക്കാൻ പറ്റുമോ? ഇനി 100 രൂപ നോട്ട് വെച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മുടെ വിൽപ്പനക്കാർക്ക് ഇത് പൂർണ്ണമായി വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടമല്ലേ? അപ്പോൾ ഇന്നത്തെ നറുക്കെടുപ്പ് ഇന്നലെ ക്ലോസ് ചെയ്തുകൊണ്ടാവാം, പക്ഷെ നാളത്തെയും മറ്റന്നാളത്തെയും നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. അതല്ലെങ്കിൽ ട്രഷറി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ട്രഷറിയിൽ ഇടപാടും സാധ്യമല്ലാതെ അവസ്ഥ വിശേഷം വരെയാണ്. KSF എന്താ ചെയ്യണ്ടേ? ഡെയിലി കളക്ഷൻ ഉണ്ട്, ആ വരുന്ന പണം നമ്മൾ സ്വീകരിക്കണം. ബാങ്കിൽ അടച്ചിട്ടിരിക്കുന്നു എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ KSF ഇന്ന് വാങ്ങണോ? ഇതും സംബന്ധിച്ച് ക്ലാരിറ്റി വേണ്ടത്ര സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. അത്രയുമായപ്പോൾ അന്ന് നവംബർ 9 പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ഇതാണ്. ജനങ്ങൾക്കുള്ള ഒരു ആശങ്ക താൽക്കാലികമാകാം, ആ ആശങ്ക ദൂരീകരിക്കത്തക്ക നിലയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകണം. ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു പാനിക് സിറ്റുവേഷനാണ്. അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ്റെ ആവശ്യമില്ല. പണ്ട് HM പട്ടേൽ ഇതുപോലെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ജനങ്ങൾക്ക് ഈ സഭയിൽ തന്നെ ഒരു ഉറപ്പ് നൽകണം. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളൊരു ഗവൺമെൻറ് അല്ലേ, നമ്മുടെ ഒരു ഗവൺമെൻറ്റാണ്. അപ്പം നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടാകാത്ത നിലയിൽ അതിനൊരു സംവിധാനം, ഇപ്പം അങ്ങ് പറയുന്നൂടെ കേട്ടാൽ ആളുകൾക്ക് ആശങ്ക കൂടുകയാണ്. അപ്പം അതുണ്ടാവരുത്. ജനങ്ങൾ പാനിക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാതെ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നൊരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകാനുള്ള ബാധ്യത നമുക്കുണ്ട്. അപ്പോഴാണ് പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞത്.
എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഇന്നൊരു ക്രൂഷ്യൽ ഡേ ആണ്. അപ്പോൾ ഇന്ന് ധനകാര്യമന്ത്രി ഈ കാര്യങ്ങൾ സാധാരണക്കാർ, NRIs, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വിവിധ സെക്ടറിലുള്ള ആളുകളെ ഇത് എങ്ങനെ ഒരുപാട് ആശങ്കയുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ദിവസം ഉച്ചവോളം പഠിച്ചിട്ട് ഇന്ന് തന്നെ ഒരു പ്രസ്താവന നിയമസഭയിൽ ഇത് സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റേതായിട്ട് ഫിനാൻസ് മിനിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ്. സംശയങ്ങൾ ദൂരീകരിക്കുന്ന ഉച്ചവരെ വളരെ നിർണായകമാണ്. അത് നോക്കിയിട്ട് ചെയ്യണം. സർ, ഫിനാൻസ് സെക്രട്ടറി തുടങ്ങിയോട് ചർച്ച ചെയ്ത ശേഷം അങ്ങനെ പ്രസ്താവന സഭയിൽ നടത്താൻ പറ്റും. പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് അന്നും ഇതുതന്നെയായിരുന്നു, ധനമന്ത്രി അത്ര പോരാ എന്ന്. അങ്ങ് പറയുന്നൂടെ കേട്ടാൽ ആളുകൾക്ക് ആശങ്ക കൂടുകയാണ്. അപ്പം അതുണ്ടാവരുത്. ജനങ്ങൾ പാനിക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാതെ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നൊരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ അത്ര ബുദ്ധിയില്ലെങ്കിലും പ്രതിപക്ഷ നേതാവിന് ഷാഫി പറമ്പിലിൻ്റെ ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിനു മുൻപ് ചെറിയൊരു ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞാൽ പ്രാർത്ഥനയാണ്. തിരുവനന്തപുരത്തും ദില്ലിയിലും വാഴുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടു വരുന്നുണ്ട്. ശബരിമലയിലെ ശാസ്താവിൻ മുഖം അഴിവുള്ളൊരമ്മയെ പോലെ. ശബരിമലയിലെ ശാസ്താവിൻ മുഖം അഴിവുള്ളൊരമ്മയെ പോലെ. നമ്മുടെ ഭീമൻ രഘു സിനിമാ അഭിനയവും രാഷ്ട്രീയത്തിലെ മത്സരവും എല്ലാം നിർത്തി ഇപ്പോൾ ഗാനരംഗത്താണ്. ആദ്യം പാടിയ പാട്ട് അയ്യപ്പന് കാണിക്കാം. അത് പൊന്നയ്യപ്പൻ എന്ന് പറയുന്നുണ്ട്. അയ്യപ്പനെ പറ്റി പാടിയ പാട്ടുകളാണ്, 7 പാട്ടുകളാണ് പാടിയിരിക്കുന്നത്. അത് CD, അത് വളരെ രസകരമായ ഒരു അനുഭവമാണ്. ഇത് ഉണ്ടാക്കാൻ തുടക്കം മുതൽ ബാംഗ്ലൂർ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു, മിസ്റ്റർ P. അനിൽകുമാർ, ഞാനും വിജയകരുണാണ് എൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഒരു ദിവസം വൈകിട്ടിരുന്ന് അയ്യപ്പനെ പറ്റിയുള്ള പാട്ടുകൾ എന്നുള്ളതല്ല, ഏതെങ്കിലും ഒരു ഭക്തിഗാനം ഒരു CD ഇറക്കണം എന്നുള്ളൊരു പരിപാടി ഇരുന്നപ്പോൾ അനിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമുക്ക് അയ്യപ്പനെ പറ്റിയാണെങ്കിൽ ഒരു പാട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം, നല്ല കാര്യം. അനിലാണ് ഇത് എഴുതിയിരിക്കുന്നത്, ഗാനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം, നല്ല പാട്ടുകാരുണ്ടല്ലോ. അപ്പോൾ ആ പാട്ടുകാരെ കൊണ്ട് ദാസേട്ടനുണ്ട്, ജയചന്ദ്രനുണ്ട്, ശ്രീകുട്ടനുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് പാടിക്കാമെന്നുണ്ട്. അപ്പോൾ അനിലും നമ്മുടെ വിജയകരുണും കൂടെ പറഞ്ഞ് ആ പാട്ട് ചേട്ടൻ പാടിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പാട്ടുകാരനൊന്നുമല്ല, പക്ഷെ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പാടി നോക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം വരുന്നത്. അങ്ങനെ അയ്യപ്പൻ്റെ പാട്ടുകൾ പാടാനായിട്ട് വളരെയധികം കിട്ടിയൊരു വലിയൊരു അനുഗ്രഹമായി. പൊടുന്നനെ അങ്ങ് തോന്നിയപ്പോൾ പാടിപ്പോയ പാട്ടൊന്നുമല്ല കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനിവിടെ ശബരിമല സന്നിധാനത്തിൽ ഡ്യൂട്ടി ചെയ്തൊരു പോലീസ് ഓഫീസറാണ്. അന്നും മനസ്സിൽ ചെറിയ ആഗ്രഹങ്ങൾ അയ്യപ്പനെ പറ്റി. ചില സ്ഥലങ്ങളിൽ അയ്യപ്പൻ്റെ ഈ ദാസേട്ടൻ പാടിയ ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും തൊട്ടേ. അന്ന് ദാസേട്ടൻ പാടിയ പാട്ടുകൾ പല സ്റ്റേജുകളിലും ഇങ്ങനെ ഓരോ പല്ലവി അനുപല്ലവിയും ചരണങ്ങളൊക്കെ ആയിട്ട് പാടി അങ്ങനെ നടന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് ശരി. അപ്പോൾ രഘുവണ്ണൻ സംഗീതമെല്ലാം ശാസ്ത്രീയമായി പഠിച്ചു വെച്ചിട്ടാണോ പോലീസ് വേഷം കെട്ടാൻ പോയത്? ഇല്ല, ഞാൻ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ കുട്ടിക്കാലം മുതൽ ദാസേട്ടൻ്റെ പാട്ടുകൾ കേട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ദാസേട്ടൻ്റെ പല പ്രോഗ്രാമിന് വെച്ചിട്ട് പാട്ടുകൾ പാടുമ്പോൾ ഒരു പ്രോഗ്രാമിന് അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ പാടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എന്നെ പോലീസുകാരാണ് വിളിക്കുന്നത്. കാരണം പണ്ട് SI ആയിരുന്ന കാലത്ത് അദ്ദേഹമായിട്ട് വലിയ കമ്പനിയായിരുന്നു. ഇപ്പോഴും അദ്ദേഹമായിട്ട് വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ പോലീസുകാരോട് തനിക്ക് എന്തെങ്കിലും കുറച്ച് ശാസ്ത്രീയ സംഗീതം പഠിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് അതിന് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാം, അതിനൊരു കാലം വരട്ടെ സ്വാമി എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും ദാസേട്ടൻ്റെ പാട്ടുകൾ കേട്ടാണ് ഞാൻ ഈ പാട്ടിലേക്കൊരു വഴിയിലേക്ക് ഞാൻ വരുന്നത്. പോലീസ്, സിനിമ, രാഷ്ട്രീയം, ഇപ്പോഴിതാ ഗാനവും. ചുരുക്കി പറഞ്ഞാൽ ഭീമൻ രഘു കൈവെക്കാത്ത മേഖലകളില്ല. എല്ലാ മേഖലകളും എന്ന് പറഞ്ഞാൽ അതായത് എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം എനിക്കുണ്ട്. കാരണം ഞാൻ ആദ്യം പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, അത് കഴിഞ്ഞ് സിനിമയിലേക്ക് കയറി, അത് കഴിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് കയറി, സിനിമയിൽ തന്നെ ഇപ്പം ഗായകൻ എന്ന നിലയിലേക്ക് ഒരു CD പാടി. അല്ല, അപ്പോൾ പാട്ടിലങ്ങ് ഉറച്ചോ? അങ്ങനെയാണെങ്കിൽ ഇനി പിന്നണി പാടാൻ പോയിക്കൂടെ?
തീർച്ചയായിട്ടും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പാടും. അത്ര എനിക്ക് പറയാനൊക്കെ. അല്ലാതെ എനിക്ക് സിനിമയിൽ പാടുന്നതെന്ന് പറഞ്ഞ് മുമ്പിൽ കയറി നിൽക്കാൻ നമുക്ക് പറ്റില്ല. ഒരു കൈ നോക്കും, തന്നാൽ വിടുകയാണ്. അതാണ് ഞാൻ. ഭീമൻ രഘുവിനെ വഴിതിരിച്ചുവിട്ട ധർമ്മശാസ്താവ് നരേന്ദ്രമോദിയെ കൂടി വഴിതിരിച്ചുവിടാൻ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അർച്ചന ഇവിടെ നിർത്തുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.